നമ്മുടെ ദൈനംദിന ഭക്ഷണക്രമത്തിൽ പ്രധാന സ്ഥാനം നേടിയിട്ടുള്ള ഒന്നാണ് കപ്പലണ്ടി അഥവാ നിലക്കടല. രുചിക്കും പോഷകങ്ങൾക്കും പേരുകെട്ടതാണ് കപ്പലണ്ടി. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ മികച്ച ഒരു ലഘുഭക്ഷണമാണ്. എന്തും അധികമായാൽ ദോഷം എന്ന ചൊല്ലുപോലെ നമ്മുടെ ഭക്ഷണത്തിൽ കപ്പലണ്ടി എത്രത്തോളം കഴിക്കാമെന്ന് അറിയേണ്ടത് പ്രധാനമാണ്. നിലക്കടലയിൽ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അവ ശരീരത്തെ പലതരത്തിലും ശക്തിപ്പെടുത്തുന്നു. നിലക്കടലയിൽ അടങ്ങിയിരിക്കുന്ന ചെമ്പ്, സിങ്ക് തുടങ്ങിയ പോഷകങ്ങൾ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. 100 ഗ്രാം നിലക്കടലയിൽ ഏകദേശം 24 ഗ്രാം മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പും 16 ഗ്രാം പോളി അൺസാച്ചുറേറ്റഡ് കൊഴുപ്പും അടങ്ങിയിരിക്കുന്നു. ഈ കൊഴുപ്പുകൾ ഗുണം ചെയ്യുന്ന തരത്തിലുള്ളവയാണ്. ബദാമിനെ അപേക്ഷിച്ച് നിലക്കടലയിൽ ഗുണകരമായ കൊഴുപ്പുകൾ കൂടുതലാണെന്ന് പറയപ്പെടുന്നു. ഇവയിൽ ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. കപ്പലണ്ടി മിതമായ അളവിൽ കഴിക്കുന്നത് ഹൃദയത്തെ സംരക്ഷിക്കുന്ന നല്ല കൊഴുപ്പുകൾ നൽകുന്നതിലൂടെ ഹൃദയാരോഗ്യത്തിന് ഗുണം ചെയ്യും. അത്ഭുതകരമായ ഗുണങ്ങൾ നൽകുന്ന നിലക്കടല അമിതമായോ തെറ്റായ രീതിയിലോ കഴിക്കുമ്പോൾ ചില പാർശ്വഫലങ്ങൾ ഉണ്ടാകാം. നിലക്കടല എളുപ്പത്തിൽ ദഹിക്കുന്നില്ലെന്ന് ചിലർ പറയുന്നു. കാരണം അവയിൽ ഉയർന്ന അളവിൽ ലെക്റ്റിൻ അടങ്ങിയിട്ടുണ്ട്. ഈ ലെക്റ്റിൻ ദഹനത്തെ മന്ദഗതിയിലാക്കുകയും മറ്റു ഭക്ഷണങ്ങൾ ദഹിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നു. ലെക്റ്റിനുകൾ മൂലമുള്ള ദഹന പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ വീക്കം അല്ലെങ്കിൽ അസ്ഥിയുടെ കേടുപാടുകൾ പോലെയുള്ള പ്രശ്നങ്ങൾ കാരണമാകും. സാധാരണയായി നിലക്കടലയിൽ സോഡിയം കുറവാണ്. എന്നാൽ ഉപ്പിട്ട നിലക്കടലയോ എണ്ണയിൽ വറുത്ത നിലക്കടലയോ കഴിക്കുന്നത് ഉപ്പിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. സോഡിയം ഒരു നിശ്ചിത അളവിൽ കൂടുതലായാൽ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ഹൃദയാഘാതം, പക്ഷാഘാതം തുടങ്ങിയ അപകട സാധ്യതകൾ കൂട്ടുകയും ചെയ്യും. പോഷകങ്ങളുടെ കലവറയാണ് നിലക്കടല. അതുകൊണ്ട് തന്നെ ഒരു ദിവസം നിശ്ചിത അളവിൽ മാത്രം നിലക്കടല കഴിക്കുക.